ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. ഈശോയിൽ എല്ലാവർക്കും കൃപയും സമാധാനവും ആശംസിക്കുന്നു. ആത്മീയപാഠങ്ങൾ 7-ാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 6-ാം ഭാഗത്തിൽ വിമർശബോധത്തോടെ വചനത്തെ സ്വീകരിക്കണം എന്നതാണ് നാം ചിന്തിച്ചത്. എന്തിനാണ് നാം ദൈവവചനം ചിന്തിക്കുന്നത്? ദൈവം നമ്മുടെ ശരീരത്തിനകത്ത് വസിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ ശരീരം അവിടുത്തെ ആലയമാണ്, നിങ്ങൾ അറിയുന്നില്ലേ എന്ന് 1 കൊരിന്ത്യർ 3:16-ലും 6:19-ലും വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ അകത്ത് വസിക്കുകയും പരിശുദ്ധാത്മാവ് നമ്മിൽ നിറഞ്ഞു വസിക്കുകയും ചെയ്യുമ്പോഴും നമുക്ക് ദൈവാനുഭവം ഉണ്ടാകുന്നില്ല. ദൈവാനുഭവം തേടിയാണല്ലോ അലച്ചിലുകളെല്ലാം. ഭൗതിക പ്രകൃതത്തിനകത്ത് ആത്മീയമായ ഭാവാത്മകത്വത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നാം അന്വേഷണത്തിലായിരിക്കുന്നത്. ദൈവം നമ്മുടെ അകമേ വസിക്കുമ്പോഴും ആ ദൈവത്തെ തിരഞ്ഞ് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. ഭൂമിയിൽ എല്ലായിടത്തും നിറഞ്ഞു വസിക്കുന്നവനാണ് ദൈവം, സർവ്വവ്യാപിയായ ദൈവം, സകലത്തിൻ്റെയും ആദികാരണമായവൻ, ഉടയവനും നാഥനുമായവൻ. അവിടുത്തെ തേടി അലയേണ്ടതില്ല. ക്രിസ്തുവിൽ അവിടെ നിന്ന് വെളിപ്പെട്ടു. അങ്ങനെ ക്രിസ്തുവിൽ വെളിപ്പെടുകയും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുകയും ചെയ്തതിനു ശേഷവും ഭൂമിയിൽ ദൈവമില്ലാത്ത ഒരിടമുണ്ടോ? എവിടമാണ് ദൈവമില്ലാത്തിടം? ഏതാണ് ആ ദൈവമില്ലാത്ത ഇടം? ദൈവമില്ലാത്ത ഇടം പലരും പറയുന്നത് ആത്മഹത്യ ചെയ്ത ഇടങ്ങളിൽ, അപകട മരണം സംഭവിച്ച ഇടങ്ങളിൽ, ആഭിചാരം ചെയ്യുന്ന ഇടങ്ങളിൽ അവിടെയൊന്നും ദൈവം ഉണ്ടാവില്ലെന്നാണ് ചില ആളുകൾ പറയുന്നത്. വാസ്തവത്തിൽ ഇതൊന്നും ദൈവത്തെ സംബന്ധിച്ച കാര്യമല്ല. ദൈവം വസിക്കാത്ത ഒരിടവുമില്ല. എങ്കിലും ദൈവം വസിക്കാത്ത ഒരിടമുണ്ട്. ആ ഇടത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ആത്മാവിൽ ദൈവം വസിക്കുന്നു എന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവുമായി ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് നമുക്കറിയാം. വീണ്ടും എവിടെയാണ് നമ്മിൽ ദൈവമില്ലാതായി പോകുന്നത്? ഭൂമിയിലല്ല ദൈവമില്ലാതായി പോകുന്നത്. ആകാശഗോളങ്ങളിലല്ല ദൈവമില്ലാതായി പോകുന്നത്. സൃഷ്ടപ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ കരവേലയാണ്, അവിടുത്തെ കരങ്ങളിലാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം ഇല്ലാതായി പോകുന്നത് നമ്മിൽ തന്നെയാണ്. നമ്മിൽ എവിടെയാണ് ദൈവമില്ലാത്തത്? അത് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക, നമ്മുടെ മനസ്സിലാണ് ദൈവമില്ലാത്തത്. പണ്ട് കേട്ടിട്ടുള്ളൊരു പാട്ടിൽ അങ്ങനെയുണ്ട്, മനസ്സിൽ നീ വരണേ. ശരീരത്തിനകത്തും ആത്മാവിനകത്തും ദൈവം വസിക്കുമ്പോഴും ദൈവം ഇല്ലാത്തൊരിടമായി കാണപ്പെടുന്നത് മനസ്സാണ്. ആത്മാവിനെയും ശരീരത്തെയും ബന്ധിപ്പിക്കുന്നതാണ് മനസ്സ്. ആത്മാവിനെയും ശരീരത്തെയും ബന്ധിപ്പിക്കുന്ന മനസ്സിനകത്ത് ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിലാണ് ശൂന്യതാബോധം നമുക്കുണ്ടാകുന്നത്, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത്. നമ്മിൽ തന്നെ നാം അനുഭവിക്കുന്ന ഒരു വ്യർത്ഥത, നമ്മിൽ തന്നെ നാം അനുഭവിക്കുന്ന ഒരു ഏകാന്തത ദൈവാത്മാവിൻ്റെ ഇടപെടൽ അനുഭവിക്കാൻ കഴിയാത്തത് മൂലമുണ്ടാകുന്നതാണ്. നമുക്കൊരു പ്രകൃതവുമുണ്ട്, ഒരു ഭാവവുമുണ്ട്. നമ്മുടെ പ്രകൃതം ശാരീരിക പ്രകൃതിയിലാണ്, മാനുഷിക പ്രകൃതിയിലാണ്. ഭാവാത്മകമായി ദൈവം നമ്മിലുണ്ട്. ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. ക്രിസ്തു നമ്മിലും എല്ലാവരിലും വസിക്കുന്നു. പക്ഷെ നമുക്കത് അനുഭവമാകാൻ കഴിയാത്തത് മനസ്സിൽ ദൈവമില്ലാതെ പോകുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് മനസ്സിൽ ദൈവമില്ലാതെ പോകുന്നത്? പ്രഥമ മനസ്സ് ദൈവത്തിൻ്റെ മനസ്സാണ്. അമ്മയിലൂടെയും അപ്പനിലൂടെയും മനസ്സ് സ്വീകരിക്കുകയും ജീവിതത്തിലുടനീളം നമ്മുടെ അനുഭവങ്ങളിലൂടെ മനസ്സ് സ്വരൂപിക്കുകയും അനുഭൂതികളായി, അനുഭവങ്ങളായി മനസ്സ് വലുതാകുകയും ചെയ്യുമ്പോൾ മനസ്സിനകത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് ദൈവമാണ്. നമ്മൾ കാറ്റഗിസം പഠിക്കുന്നുണ്ട്, വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നുണ്ട്, നിരവധിയായ അഭ്യാസങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് അനുഭവമാകുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനകത്ത് ഈ ദൈവാവബോധം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ മനസ്സിനകത്ത് ദൈവം വസിക്കുന്ന അനുഭവം നമുക്കുണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ് മനസ്സിനകത്ത് ഈ അനുഭവമില്ലാത്തത്? ആത്മാവിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ ജീവന്റെ ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നത് മനസ്സിലൂടെയാണ്. മനസ്സാണ് ആത്മാവിനെയും ശരീരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അങ്ങനെ ആത്മശരീരങ്ങളെ ബന്ധിപ്പിക്കുന്ന മനസ്സ് ദൈവാനുഭവം ഇല്ലാത്തതായി പോകുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തെ അനുഭവിക്കാതെ പോകുമ്പോൾ നിശ്ചയമായും ദൈവമുള്ളതായി നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. നാം ഭൗതിക ലോകത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നാം ഭൗതികരാണോ? ഭൗതിക ലോകത്ത് ജീവിക്കുകയും ആത്മീയതയെ പ്രകാശിപ്പിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. നമ്മിലുള്ള ആത്മാവിനെ ഭൗതിക ലോകത്തെ നമുക്ക് പ്രകാശിപ്പിക്കാൻ കഴിയും.
ശരീരത്തിനകത്തെ അത് പ്രകാശിപ്പിക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ ആത്മാവിനെ ലോകസമക്ഷം പ്രകാശിപ്പിക്കാൻ നമുക്ക് ഭൗതിക പ്രപഞ്ചം ആവശ്യമാണ്. ഭൗതിക പ്രപഞ്ചത്തെ നാം അനുഭവിക്കുന്നത് ഏത് വീക്ഷണകോണിൽ നിന്നാണ്, എങ്ങനെയാണ് ഭൗതിക ലോകത്തെ സ്വീകരിക്കുന്നതെന്നാണ് പ്രധാനം. ഭൗതികതയിലേക്ക് തുറന്നിരിക്കുന്ന 5 കരണങ്ങൾ നമുക്കുണ്ട്. കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക്. ഈ 5 കരണങ്ങളും എപ്പോഴും ലോകത്തേക്ക് തുറന്നിരിക്കും. അങ്ങനെ ലോകത്ത് നിന്ന് അതെല്ലാം അറിവുകളും അനുഭവങ്ങളും ഒക്കെ സ്വാംശീകരിക്കും. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അത് അകത്തേക്ക് പ്രവേശിക്കും. കണ്ണിനും കാതിനും നാക്കിനും മൂക്കിനും ത്വക്കിനും അകത്ത് ഇന്ദ്രിയപരതയുണ്ട്. കണ്ണും കാതും നാക്കും മൂക്കും ത്വക്കും ഇന്ദ്രിയമാണെന്നാണ് നാം സാധാരണ കേൾക്കുക. എന്നാൽ അവ കരണങ്ങളാണ്. ആ കരണങ്ങൾ നമ്മിലേക്ക് അറിവുകളെ ശേഖരിക്കുന്നു, കാഴ്ചകളെ സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിക്കുന്ന ഈ കാഴ്ചകളെയും കേൾവികളെയും അറിവിനെയും നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളാണ്. ഈ 5 ഇന്ദ്രിയങ്ങളും എപ്പോഴും തുറന്നിരിക്കുകയാണ്. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഈ ലോകത്തിൻ്റെ അനുഭവം നമ്മുടെ മനസ്സിനകത്ത് തരംഗങ്ങൾ സൃഷ്ടിക്കും. കാണുന്നവയോടൊക്കെ പ്രതിപത്തിയോ വിപ്രതിപത്തിയോ നമ്മുടെ മനസ്സ് പ്രകാശിപ്പിക്കും. അങ്ങനെ എപ്പോഴും ലോകത്തേക്ക് തുറന്നിരിക്കുന്ന ഇന്ദ്രിയപരതയുടെ ഒരു ജീവിതമാണ് നമ്മുടേത്. ആ ഇന്ദ്രിയപരത ഉള്ളതുകൊണ്ട് നിശ്ചയമായിട്ടും അതിലൂടെ കടന്നു വരുന്ന എല്ലാ അറിവും കാഴ്ചയും അനുഭവവും നമ്മുടെ മനസ്സിനകത്ത് തരംഗങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെ മനസ്സിൽ അനുഭൂതികളും അനുഭവങ്ങളും അതുണ്ടാക്കും. അങ്ങനെ അനുഭൂതികളും അനുഭവങ്ങളും നിറഞ്ഞ ഒന്നാണ് നമ്മുടെ മനസ്സ്. അതുകൊണ്ട് നിരന്തരം വിചാര പാരവശ്യത്തിലാണ് മനസ്സ്. ഒരിടത്തായി ഉറച്ചു നിൽക്കാൻ കഴിയില്ലാതെയാണ്. ഇരിക്കുമ്പോൾ തോന്നും നടക്കണമെന്ന്, നടക്കുമ്പോൾ തോന്നും കിടക്കണമെന്ന്, കളിക്കുമ്പോൾ തോന്നും പഠിക്കണമെന്ന്, പഠിക്കുമ്പോൾ തോന്നും പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ നിരന്തരം മനസ്സിങ്ങനെ ഓട്ടത്തിലാണ്. കാരണം ഈ 5 ഇന്ദ്രിയങ്ങൾ എപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ അനുഭൂതികളും അനുഭവങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇങ്ങനെ കടന്നു വരുന്ന അറിവിനെ മനസ്സ് ആന്തരിക സംസാരം വഴി സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യും, ഇടപെടും. അങ്ങനെ ഇടപെട്ട് കഴിയുമ്പോൾ ചുറ്റുപാടുള്ള അനുഭവതലങ്ങളുമായി എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മുടെ മനസ്സെന്ന് തിരിച്ചറിയണം. അങ്ങനെ ഈ കാര്യങ്ങൾ വ്യാപൃതരായിരിക്കുമ്പോൾ നമുക്ക് ദൈവവചനത്തെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ പ്രകാശത്തെ സ്വീകരിക്കാൻ കഴിയാതെ പോകും. മനസ്സിൽ ദൈവമില്ലാതെയായി പോകും. ഈശോ ഒരിക്കൽ മർത്തായുടെയും മറിയത്തിൻ്റെയും വീട്ടിൽ ചെന്നു. ലാസറിൻ്റെ സഹോദരിമാരാണ് അവർ. അവിടെ ചെന്നു. ലാസർ സുഹൃത്താണല്ലോ. അവിടെ ചെന്നു. അപ്പോൾ മറിയം കർത്താവിൻ്റെ അടുത്തിരുന്ന്, പാദത്തിനടുത്തിരുന്ന് വചനം കേൾക്കാൻ തുടങ്ങി, കർത്താവുമായി സംസാരിക്കാൻ തുടങ്ങി. മർത്തയാകട്ടെ വീട്ടിൽ വന്നിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒരു അതിഥിയാണ്, സഹോദരൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തെ സൽക്കരിക്കാൻ വ്യഗ്രതപ്പെട്ടുകൊണ്ട് ഓടി നടക്കുന്നു. സാധാരണഗതിയിൽ നമ്മളൊക്കെ വീടുകളിൽ ഒരു വിരുന്നുകാരൻ വരുമ്പോൾ അയാൾ സൽക്കരിക്കേണ്ട ഒരു ആവശ്യമാണല്ലോ. അപ്പോൾ അതിനായിട്ട് ആളുകൾ ഓടും. അങ്ങനെ ഓടി നടക്കുന്നു. പക്ഷേ മറിയം ഇതിലൊന്നും ഇടപെടാതെ യേശുവിൻ്റെ കാൽപാദത്തിൽ ഇരിക്കുന്നു. മർത്താവിനെ കുറിച്ച് പരാതിപ്പെടുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. യേശു അവിടെ ചെല്ലുന്നു, 2 പേരും അടുക്കളയിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ യേശു അവിടെ ഇരിക്കുന്നത് അർത്ഥമില്ലാത്തതാവില്ലേ? അപ്പോൾ പ്രധാനപ്പെട്ട അതിഥിയെ സ്വീകരിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സൽക്കരിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ ഏറ്റവും പ്രാധാന്യമേറിയത് എന്താണെന്ന് യേശു പറയുന്നുണ്ട്. മർത്ത, മർത്ത, നീ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയായിരിക്കുന്നു. മറിയം ഒന്ന് മാത്രം തിരഞ്ഞെടുത്തു. നല്ല ഭാഗം മറിയം തിരഞ്ഞെടുത്തു. നല്ല ഭാഗം ഈ കൂടിയിരിക്കുന്ന, ഒപ്പം ഇരിക്കുന്ന അനുഭവത്തിൻ്റെ ഒരു തലമാണ്. ഇതുകൊണ്ട് ലോകത്ത് ജോലിയൊന്നും ചെയ്യരുതെന്നോ എല്ലാറ്റിനും ഓടി നടക്കരുതെന്നോ അല്ല ഈ പറഞ്ഞതിനർത്ഥം. വ്യഗ്രചിത്തത ഉണ്ടാവുമ്പോൾ നമുക്ക് നമ്മുടെ അകത്തുള്ള ദൈവത്തെ അനുഭവിക്കാൻ കഴിയാതെ പോകും. പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തനായിരിക്കുന്ന നമുക്ക് സ്വാഭാവികമായും നഷ്ടപ്പെടുന്നത് കർത്താവുമായി കൂടിയിരിക്കുന്ന ഒരു മാനസിക അനുഭവതലമാണ്. അതുകൊണ്ടാണ് നാം വചനം നിരന്തരം വായിക്കണം, വചനം ധ്യാനിക്കണം, വചനത്തെക്കുറിച്ച് ചിന്തിക്കണം,
വചനത്തെ വിമർശിക്കണം. ഹൃദയത്തിനകത്ത് ഈ വചനവുമായി ഒരു എൻഗേജ്മെന്റ്, ഒരു ഏർപ്പാട്, ഒരു ഏജൻസി ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ടാണ് വചനം വായിക്കണമെന്ന് പറയുന്നത്. സാധാരണ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനം വായിച്ച കാര്യമല്ല നടക്കും, നിങ്ങൾ വചനം വായിക്കുന്ന. വചനം വായിക്കുമ്പോൾ കാര്യം നടക്കുമെന്ന് വരുമ്പോഴും നമ്മൾ ഈ വ്യഗ്രചിത്തയിലേക്ക് തന്നെയാണ് പോവുക. വാസ്തവത്തിൽ നാം വചനം വായിക്കുന്നു, വചനം ധ്യാനിക്കുന്നു എന്നൊരവസ്ഥ വരുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ അകത്ത് പ്രഥമ കേന്ദ്രമായി നമ്മുടെ മനസ്സിനകത്ത് ദൈവം ഒരു പ്രധാനപ്പെട്ട ആളായിട്ട് വരും. മനസ്സിൽ ദൈവത്തെ നിലനിർത്തുക എന്നത് നാം ചെയ്യേണ്ട പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും ഹൃദയത്തിലും അതുണ്ട്, മനസ്സ് വെച്ചാൽ നിനക്കത് പാലിക്കാൻ കഴിയുമെന്ന് നിയമാവർത്തന പുസ്തകവും റോമർ ലേഖനവും നമ്മെ പഠിപ്പിക്കുന്നത്. നിയമാവർത്തന പുസ്തകത്തിൽ 30-ാം അധ്യായത്തിൽ 14-ാം തിരുവചനത്തിലും റോമർ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 8-ാം തിരുവചനത്തിലും നമുക്കത് വായിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ അകത്ത് വചനമുണ്ട്, നമ്മുടെ ആത്മാവിൽ അത് വസിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നിരന്തരം നാം അതിനെക്കുറിച്ച് ധ്യാനിക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിലാണ് ദൈവമില്ലാതെ പോകുന്നത്. അത് ദൈവമില്ലായ്മയല്ല, നമ്മുടെ മനസ്സ് ലോക കാര്യങ്ങളിൽ വ്യാപൃതമാകുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. നമുക്ക് തന്നെ അറിയാം, നമുക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇരിക്കാൻ കഴിയുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലാണ്, വ്യഗ്രചിത്തമാണ് നമ്മൾ. 100 കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ ബാധ്യതകൾ, ലോകം എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് വരും. ഒരിക്കൽ യോഗയൊക്കെ ധ്യാനിക്കുന്ന ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ധ്യാനിച്ചു കഴിയുമ്പോൾ ഒരു സമാധാനമാവും. അപ്പൊ ഞാൻ ചോദിച്ചു, 10,000 രൂപ നാളെ ഒരാൾക്ക് കൊടുക്കാനുണ്ട്, നിങ്ങൾ ധ്യാനിക്കാനിരിക്കുന്നു, അപ്പൊ എങ്ങനെ സമാധാനം ഉണ്ടാവും? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് ശരിയാണ്. അപ്പോഴും ആ ചിന്ത ബാക്കി നിൽക്കും. വാസ്തവത്തിൽ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു എളുപ്പവിദ്യയായിട്ടല്ല ദൈവത്തിന്റെ വചനം നാം ധ്യാനിക്കുന്നത്. നമ്മുടെ മനസ്സിനകത്തുള്ള ഒരാളെ തിരിച്ചറിഞ്ഞ്, നമ്മിൽ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ദൈവാനുഭവത്തിന്റെ തലത്തിലേക്ക് നമ്മൾ ഉയരും. അവിടെ നമ്മൾ ആത്മധൈര്യമുള്ളവരാകും, നമ്മിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെക്കുറിച്ച് ബോധ്യമുള്ളവരാകും, സ്ഥിരതയുള്ള ഒരു മനസ്സിലേക്ക് നമ്മൾ മാറും. അവിടെ ചഞ്ചലചിത്തരാകില്ല. നമ്മൾ ജീവിതത്തിന്റെ പരമാർത്ഥം തിരിച്ചറിയാനായി നമ്മുടെ അകത്ത് വസിക്കുന്ന ദൈവത്തെ അറിഞ്ഞേ മതിയാവും. ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നാം നേരിടുന്ന പ്രതികൂലങ്ങൾ, ദുരന്തങ്ങൾ, രോഗങ്ങൾ, അപകടങ്ങൾ, നിരവധിയായ കാര്യങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. അവയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മുടെ അകത്ത് വലിയൊരു ശക്തി പ്രവർത്തിക്കുകയും ആ ശക്തി കൊണ്ട് ഇതെല്ലാം നേരാക്കി എടുക്കുകയും ചെയ്യുന്നതാണ് പ്രാർത്ഥനയെന്നും ഇങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് ആത്മീയരെന്നും കരുതരുത്. ആത്മീയത ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന ക്ഷണികമായ ഈ അവസരം, അപകടങ്ങളും ദുരന്തങ്ങളും രോഗങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ചുറ്റുപാടിനകത്ത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ക്ഷണികമായ ഒരു ജീവിതം എങ്ങനെ ഗുണകരമാക്കി മാറ്റാം, എങ്ങനെ അനുഭവപൂർണമാക്കി മാറ്റാം, എങ്ങനെ ദൈവാനുഭവത്തിന്റെ വേദിയാക്കി മാറ്റാം, എങ്ങനെ ഇതിനെയെല്ലാം മറികടക്കാം, സ്നേഹം കൊണ്ട് എങ്ങനെ ജയിക്കാം എന്ന് പഠിക്കുന്ന സ്ഥലം. ആത്മീയത ഒരിക്കലും ഒരു കുറുക്കുവഴിയല്ല. ഒരാൾ ആത്മീയതയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയുന്നത് അയാളിൽ തന്നെ അനുഭവമാകുന്നു എന്നാണ്. ഇത് പുറത്തുള്ള ഒരു വലിയ കാര്യമോ അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും നേടിയെടുക്കാനുള്ളതല്ല. ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്ത് ലഭിക്കുന്ന എന്തെങ്കിലും ദിവ്യാനുഭൂതിയോ വരമോ അല്ല. അങ്ങനെയൊന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കാതിരിക്കുന്ന ഒരാളെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളല്ല ദൈവം. എല്ലാവർക്കും അവരുടെ ജീവിതത്തിന് ആവശ്യമായവ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് സ്വീകരിക്കുന്നതിലും സ്വീകരിക്കാൻ പറ്റാത്തതിലൊക്കെ ഉണ്ടാകുന്ന ക്രമക്കേടുകൾ മനുഷ്യന്റെ പ്രവൃത്തി മൂലം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ അതൊരിക്കലും ദൈവത്തിന്റെ ഒരു പ്രത്യേകമായ ഇടപെടൽ കൊണ്ടുണ്ടാകുന്നതല്ല. എന്തുകൊണ്ടാണ് ദരിദ്രനും ധനവാനും നിലനിൽക്കുന്നത്? ധനവാന്റെ കയ്യിൽ ഏൽപ്പിച്ച കാര്യം ദരിദ്രന്റെ കയ്യിൽ കൊടുത്തില്ല. ദരിദ്രന്റെ കയ്യിലേക്ക് കൊടുത്തിരുന്നെങ്കിൽ അത് അയാൾക്ക് ഉപകാരപ്പെട്ടേനെ, അങ്ങനെ നിരപ്പായേനെ. പക്ഷെ കുന്നുകളും മലകളും നിരപ്പാക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് നിരപ്പാക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ എങ്ങനെയാണ് ഈ പങ്കുവെപ്പിലൂടെ ഒരു സ്നേഹാനുഭവത്തിൽ എത്തേണ്ടതെന്നാണ് ദൈവം അഭിലഷിക്കുന്നത്. പക്ഷേ നമ്മൾ പങ്കുവെപ്പിന് തയ്യാറല്ല. അതുകൊണ്ട് 2 ദുരന്തങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, ഈ ദരിദ്രൻ അവന്റെ അവശതയിൽ, ഇല്ലായ്മയിൽ നരകിക്കുന്നു. ഒപ്പം തന്നെ എല്ലാം കൂട്ടിവെച്ച് താൻ എല്ലാറ്റിൻ്റെയും ഉടമയാണെന്ന് കരുതുന്നയാളും
ആത്മീയമായ ഒരു ദാരിദ്ര്യത്തിൽ നിരന്തരം നീറിപ്പുകയുന്നുണ്ട്. അതുകൊണ്ട് കിട്ടുന്തോറും നേടാനുള്ള അതൃപ്തിയുടെ ഒരു ബന്ധനത്തിലായി അയാൾ മാറിപ്പോകുന്നു. ഔദാര്യമില്ലാതെയായി പോകുന്നത് മൂലം ജീവിതം മുഴുവൻ നരകമായി അയാൾക്കും അനുഭവപ്പെടുന്നുണ്ട്. ഒന്നിനും തൃപ്തി വരാത്ത മനുഷ്യർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാധാരണ രീതിയിൽ നല്ല വിശപ്പുള്ള ഒരാൾക്ക് കഞ്ഞിയും അല്പം മുളക് ചമ്മന്തി ഉണ്ടെങ്കിൽ അയാൾ ഹാപ്പിയായി. ഉത്തരേന്ത്യയിലാണെങ്കിൽ 2 ചപ്പാത്തിയും ഒരു സവാള ഉണ്ടെങ്കിൽ ഒരു മുളകും ഉണ്ടെങ്കിൽ അയാൾ ഹാപ്പിയായി. അതേസമയം ഭക്ഷണം സമയത്ത് കഴിക്കണം, കാര്യമായ വിശപ്പില്ലെങ്കിലോ ഇനി രുചി തേടിയുള്ള യാത്രയായി പോകും ജീവിതം. ഈ രുചി തേടിയുള്ള യാത്ര എവിടെയെങ്കിലും തൃപ്തി നൽകുമോ? തൃപ്തി ഒട്ടും ലഭിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ഭൗതിക പ്രപഞ്ചമാണ് പരമാർത്ഥമെന്ന് കരുതുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ജീവിതം നിരന്തരമായ യുദ്ധത്തിൻ്റെയും വെട്ടിപ്പിടിക്കലുകളുടെയും അസമാധാനത്തിൻ്റെയും ലോകമായിട്ട് മാറും. ആത്മീയത നമ്മുടെ അകത്തുള്ള ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ച് നമ്മെ തന്നെ ലോകത്തിന് വേണ്ടി സമർപ്പിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി മുറിച്ചു വിളമ്പാനുള്ള പ്രേരണയാണ്. എത്രത്തോളം എനിക്ക് എന്നെ തന്നെ ഒഴിവാക്കാൻ കഴിയുമോ, അവരിന് വേണ്ടി ആയിത്തീരാൻ കഴിയുമോ എന്നുള്ളതാണ് ആത്മീയതയുടെ ലക്ഷണം. അതുകൊണ്ട് മനസ്സിനകത്താണ് ദൈവം ഇല്ലാതായി പോകുന്നത്. ശരീരത്തിൽ അവിടെ നിന്ന് വസിക്കുന്നു, ആത്മാവിൽ അവിടെ നിന്ന് വസിക്കുന്നു, മനസ്സിൽ പലപ്പോഴും അവിടെ നിന്നില്ല. നിങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ ചിന്തിച്ചാൽ മതി. രാവിലെ എഴുന്നേറ്റു, വൈകുന്നേരം വരെയുള്ള ജീവിതത്തെ ഒന്ന് ആലോചിക്കുക. വൈകുന്നേരം വരെയുള്ള ജീവിതത്തെ ആലോചിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, നാം ദൈവത്തെ ഓർത്ത സമയം വളരെ ചുരുക്കമാണ്. നിങ്ങൾ രാവിലെ പ്രാർത്ഥിക്കണം, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കണം, വൈകിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത് ഇതിനിടയ്ക്ക് ഈ ദൈവത്തെ മറന്നുപോകും. ദൈവിക സാന്നിധ്യാവബോധത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകും. നമ്മുടെ മനസ്സ്, ശരീരത്തിൽ അപ്പോഴും ദൈവമുണ്ട്, ആത്മാവിൽ അവിടെ നിന്ന് വസിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സ് നിഷ്ഫലമായി പോകും. നമ്മുടെ മനസ്സിന് അനുഭവമില്ലാതായി പോകും. മനസ്സിലൂടെ മാത്രമേ നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. അപ്പൊ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് ദൈവമുള്ള ബോധം നമുക്കുണ്ടാകണം. ദൈവിക അവബോധത്തിലേക്ക് മനസ്സുണരണം. അവിടെയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറയുന്നത്. നമ്മൾ സാധാരണഗതി പ്രാർത്ഥിക്കുമ്പോൾ പോലും ഓർക്കുന്നത് ആരെയാ? ദൈവത്തെയാണോ നമ്മളെയാണോ? ദൈവം നമ്മോട് എന്ത് പറയുന്നു? ആ ദൈവത്തിന്റെ വചനം എന്താണ് നമ്മളോട് പറഞ്ഞത്? ഈ വചനം അനുസരിച്ച് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല. നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എങ്ങനെ പരിഹരിക്കാൻ, ദൈവമേ ഇതൊന്ന് ശരിയാക്കി തരണേ എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എത്രത്തോളം അപരൻ നമ്മുടെ അകത്ത് വരുന്നുണ്ട്. അപരൻ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന അപരനാരാ? നമ്മുടെ വീട്ടിലുള്ള ആളുകളെ കുറിച്ച് ചിന്തിക്കും. മക്കൾക്ക് ജോലി കിട്ടണം, മക്കൾക്ക് മക്കളുണ്ടാകണം, വിവാഹം നടക്കണം, രോഗം മാറണം, നമ്മുടെ കുടുംബത്തിൽ പണം ഉണ്ടാകണം, നമ്മൾ സുഖമായിട്ടിരിക്കണം എന്നല്ലാതെ ലോകത്തിന് സമാധാനം ഉണ്ടാകണമെന്ന് ആര് വിചാരിക്കാനാ? ഈ ലോകത്തുള്ള കഷ്ടപ്പെടുന്നവരെ കുറിച്ച് ആര് ചിന്തിക്കാനാ? ഈ ലോകത്തുള്ള കഷ്ടപ്പെടുന്നവരെ കുറിച്ച് ചിന്തിക്കാനും വിശക്കുന്നവരെ കുറിച്ച് ചിന്തിക്കാനും കഴിയുമെങ്കിൽ നമുക്ക് രുചിയെക്കുറിച്ചുള്ള തർക്കം തമ്മിലുണ്ടാവുമോ? ഭക്ഷണത്തെ സംബന്ധിച്ച് തർക്കം തമ്മിലുണ്ടാവുമോ? ഈ ലോകത്ത് മുഴുവൻ കിടക്കാനിടമില്ലാതെ അലയുന്ന അനേകരുണ്ടെന്ന് സത്യം തിരിച്ചറിഞ്ഞാൽ നാം കിടക്കുന്ന കിടക്ക മാർദ്ദവമുള്ളതല്ല എന്നതിൽ നമുക്ക് പരാതി ഉണ്ടാവുമോ? കരണ്ട് പോകുമ്പോൾ ചൂടെടുക്കുന്നു എന്ന പരാതി നമുക്കുണ്ടാവുമോ? AC ഉണ്ടാവണമെന്ന ആഗ്രഹം നമുക്കുണ്ടാവുമോ? ഈ ലോകത്ത് എല്ലാവരെ കുറിച്ചും ചിന്തിക്കാൻ തുടങ്ങിയാൽ നമുക്ക് നമ്മുടെ വേദനകൾ ചെറുതായിട്ട് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സിനകത്ത് ദൈവമില്ലാതായി പോകുന്നുണ്ട്. മനസ്സിനകത്ത് ദൈവത്തെ അനുഭവിക്കാനുള്ള ഉപാധിയാണ് ദൈവത്തിന്റെ വചനത്തെ മനസ്സിൽ സ്വീകരിക്കുക എന്നുള്ളത്. നമ്മുടെ ഉപബോധ മനസ്സിനകത്ത് വചനം എത്രത്തോളം നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുമോ, ഉപബോധ മനസ്സ് വചനത്താൽ എത്രത്തോളം സാന്ദ്രമായി തീരുമോ, അത്രത്തോളം നമ്മുടെ ജീവിതം ആത്മീയ അനുഭവത്തിൻ്റെതായിട്ട് മാറും. അതുകൊണ്ടാണ് നിങ്ങൾ വചനം വായിക്കണം, വചനത്തെക്കുറിച്ച് ചിന്തിക്കണം. വചനം വെറുതെ വായിച്ചിട്ട് കാര്യമില്ല. അപ്പം ബോധമനസ്സിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ. വചനം എപ്പോഴാണ് ഉപബോധത്തിലേക്ക് പ്രവേശിക്കുക? വചനം ഉപബോധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് 2 മാർഗങ്ങളുള്ളത്. ഒന്ന്, കൂടുതൽ പ്രാവശ്യം ഒരേ വചനം തന്നെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുക, ഒരേ വചനം തന്നെ നമ്മൾ വായിക്കാൻ തുടങ്ങുക. ഇനി ആ വചനവുമായിട്ട് ഇടയുന്ന അനുഭവത്തിലേക്ക് വരിക, തർക്കം ഉണ്ടാവുക. അപ്പോഴാണ് എൻഗേജ്മെന്റ് ഉണ്ടാവുക. ആ വചനവും ഞാനുമായി എങ്ങനെയാണെന്നും ഈ വചനം ഞാൻ എന്തിനാണ് പാലിക്കേണ്ടതെന്നും ഈ വചനത്തിലൂടെ ദൈവം എന്നോട് എന്താണ് പറയുന്നതെന്നും ഞാൻ ചിന്തിക്കാൻ തുടങ്ങുകയും ഈ വചനം എനിക്ക് പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് പാലിക്കാൻ പറ്റില്ലെന്ന് പറയുകയും അതിനോട് ഇടയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ വചനം നമ്മുടെ മേൽ ഭരണം നടത്തും. ജെറമ്യാ 23:29 എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ പിളർക്കുന്ന കൂടം പോലെയാണ്.
അഗ്നിയായിട്ടത് ഹൃദയത്തിൽ അപ്പോൾ എരിയാൻ തുടങ്ങും. നമ്മുടെ ഹൃദയത്തെ പാറ പോലുള്ള നമ്മുടെ മനസ്സിനെ അതുടയ്ക്കും. അത് ഉടച്ചു കഴിയുമ്പോഴാണ് നമുക്ക് വചനത്തിന്റെ പൊരുൾ അകത്ത് മനസ്സിലാകുക. അപ്പോഴാണ് മറ്റുള്ളവരുടെ വേദന നമുക്ക് മനസ്സിലാകുക. അപ്പോഴാണ് നമ്മുടെ അകത്ത് ദൈവം പ്രവർത്തിക്കുന്ന പരമാർത്ഥത്തിലേക്ക് നാം എത്തിച്ചേരുക. അങ്ങനെ ദൈവം നമ്മുടെ അകമേ ഉണ്ട് എന്ന പരമാർത്ഥം നാം തിരിച്ചറിയുകയും ആ ദൈവത്തിലാണ് നമ്മുടെ ജീവിതമെന്ന് ഉറപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഭൗതിക പ്രപഞ്ചത്തെ ആത്മീയ ലോകം കൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് ഭൗതിക ജീവിതത്തിലൂടെ പ്രകാശിക്കുന്നത്. നമ്മുടെ അകത്ത് വസിക്കുന്ന ദൈവം നമ്മുടെ ജീവിത പ്രയോഗം വഴി മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്നതായി മാറണമെങ്കിൽ, നമുക്ക് തന്നെ അനുഭൂതിദായകമായിട്ട് മാറണമെങ്കിൽ നിശ്ചയമായിട്ടും ആ വചനം നമ്മുടെ അകത്ത് പ്രവർത്തിക്കുന്ന അനുഭവം ഉണ്ടാകണം. അതിന് ആ വചനത്തോട് നാം ഏറ്റുമുട്ടുന്ന അനുഭവം ഉണ്ടാകണം. വചനം വായിച്ച് കാണാപ്പാഠം പഠിച്ച് വെറുതെ തള്ളിക്കളയുമ്പോൾ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ? അത് നമ്മൾ മറന്നുപോകും. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഏത് വിഷയം പഠിക്കുമ്പോഴും അങ്ങനെയാണ്. നിങ്ങൾ ബാല്യകാലത്ത് എവിടെയെങ്കിലും തെറ്റിപ്പോയോ ഒരു കണക്കിന് ടീച്ചറുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയ അനുഭവം ഉണ്ടെങ്കിൽ മറക്കൂ. കണക്ക് എഴുതി, ഇപ്പൊ തെറ്റിപ്പോയി, കണക്ക് കൂട്ടി, ഇപ്പൊ തെറ്റിപ്പോയി, ടീച്ചറുടെ കയ്യിൽ നിന്ന് അടി കിട്ടി, മറന്നു പോകുമോ? മറക്കില്ല. എന്നാൽ എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാ? പഠിച്ച ഏതെങ്കിലും കാര്യം ഓർമ്മയുണ്ടോ? 2 വരി പദ്യം ഓർമ്മയുണ്ടോ? 8 വരി പദ്യം കാണാപ്പാഠം പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതി കുത്തും കോമയിട്ട് മാർക്ക് മേടിച്ചവരാ. ഇപ്പൊ ഓർമ്മയില്ല. പഴയ പാഠങ്ങൾ ഓർമ്മയില്ല. ഇതൊക്കെ പഠിച്ചപ്പോ ആ പഠിച്ചതൊക്കെ നമ്മൾ കാണാപ്പാഠം പഠിച്ചതാണ്. അങ്ങനെ കാണാപ്പാഠം പഠിച്ചവയൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. പക്ഷേ എവിടെയെങ്കിലും നമ്മൾ അതിനോട് എതിരിട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും അത് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? തർക്കം ഉന്നയിച്ചിട്ടുണ്ടോ? നിശ്ചയമായിട്ടും അത് നിലനിൽക്കും. അതുകൊണ്ട് നാം ദൈവത്തിന്റെ വചനത്തെ നാം വായിക്കുമ്പോൾ, സ്വീകരിക്കുമ്പോൾ ഒരു നിലപാട് ഹൃദയത്തിൽ ഉണ്ടാകണം. ആ വചനത്തെ നാം കീറിമുറിക്കുന്ന അനുഭവത്തിലേക്ക്, വിമർശാനുഭവത്തിലേക്ക് വരുമ്പോൾ നിശ്ചയമായിട്ടും വചനം നമ്മുടെ അകത്ത് പ്രവർത്തിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിനകത്ത് ആ വചനം സ്ഥായീ ഭാവമുള്ളതായിട്ട് മാറും. നിങ്ങൾ ലോകത്തെ ഏത് അറിവിനോട് ഏറ്റുമുട്ടിയാലും ആ അറിവ് തോറ്റുപോകും. പക്ഷെ ദൈവവചനം അങ്ങനെയല്ല. ദൈവവചനം നമ്മുടെ അകത്ത് പ്രവർത്തിക്കും. കൊളോസ്യർ 2:3 പറയുന്നുണ്ടല്ലോ, ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികളൊക്കെയും അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ദൃശ്യാദൃശ്യ ലോകങ്ങളുടെ സമ്മേളനമാണ് വചനത്തിനകത്ത്. ദൃശ്യവും അദൃശ്യവുമായ ലോകത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായവനാണ് ക്രിസ്തു. അവനാണ് വചനം, ജീവനുള്ള വചനം. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ ഈ വചനവുമായി ഏറ്റുമുട്ടുമ്പോൾ ആ വചനം നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുന്ന അനുഭവം ഉണ്ടാവും. അങ്ങനെ വചനം ആധിപത്യം പുലർത്തുമ്പോഴാണ് വചനം നമ്മെ നയിക്കുന്ന അനുഭവം ഉണ്ടാവുക. വചനമനുസരിച്ചുള്ള ജീവിതം നമ്മൾ നയിക്കുകയല്ല, വചനം നമ്മളെ നയിക്കുന്ന അനുഭവം ഉണ്ടാവും. അപ്പോഴാണ് സ്നേഹം നിർബന്ധിക്കുന്ന അനുഭവം ഉണ്ടാവുക. സ്നേഹം നിർബന്ധിക്കുന്ന അനുഭവം ഉണ്ടായപ്പോഴാണ് ഈ ലോകത്തിന്റെ താല്പര്യങ്ങളൊക്കെ വിട്ട് ഈ ലോകത്തിനപ്പുറം, ഈ ലോകത്തിന്റെ താല്പര്യങ്ങൾക്കപ്പുറം ജീവിതം നയിക്കാൻ വിശുദ്ധാത്മാക്കൾക്ക് കഴിഞ്ഞത്. അപ്പോഴാണ് താൻ നടത്തിയിരുന്ന ജീവിത പ്രയോഗങ്ങളെ മാറ്റിയിട്ട് പുതിയൊരു വഴി ക്രിസ്തുവിൽ ആരംഭിക്കാൻ അനേകർക്ക് കഴിഞ്ഞത്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. നമ്മുടെ അകത്തുള്ള ദൈവാത്മാവിനെ ഉണർത്തുന്നത് അല്ലെങ്കിൽ പ്രയോഗവൽക്കരിക്കുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സ് സ്വീകരിക്കുമ്പോൾ മാത്രമേ, നമ്മുടെ മനസ്സ് ആ വചനവുമായി ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ, നമ്മുടെ മനസ്സിൽ ദൈവവചനം പ്രവർത്തനക്ഷമമാകുമ്പോൾ മാത്രമേ നമുക്ക് ക്രിസ്തുവിൽ ജീവിക്കാൻ കഴിയൂ. അപ്പോഴാണ് സ്വയം മുറിച്ചു വിളമ്പലിന്റെ ഒരു രീതിശാസ്ത്രം നമ്മുടെ ജീവിതം കൈക്കൊള്ളുക. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട്, ഭൂമിയിൽ ദൈവമില്ലാത്തൊരിടമായി നമ്മുടെ മനസ്സ് മാറുന്നുണ്ടോ? അവിടെയാണ് ദൈവത്തിന്റെ വചനം കൊണ്ടാണ് അത് പരിഹരിക്കാൻ കഴിയുക. നിരന്തരം വചനം ധ്യാനിക്കേണ്ടതിന്റെ ആവശ്യകത അതാണ്. ജപമാല പ്രാർത്ഥന ഗുണപ്പെടുന്ന ഒരു മേഖല അത് തന്നെയാണ്. കാരണം അവിടെ നാം ജപമാല അർപ്പിക്കുമ്പോൾ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിക്കുന്നു, ക്രിസ്തുവിനെ ധ്യാനിക്കുന്നു, യേശുവിന്റെ മനുഷ്യാവതാരത്തെ, യേശുവിന്റെ രക്ഷാകരമായ ജീവിതത്തെ, യേശുവിന്റെ പീഡാസഹനത്തെ, കുരിശുമരണത്തെ, ഉദ്ധാനത്തെ ഒക്കെ നാം നിരന്തരം ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കുന്ന അനുഭവം ഉണ്ടാകും. ഇനി അതെങ്ങനെയാണ് ധ്യാന അവസ്ഥയിലേക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റുമെന്ന് ചിന്തിക്കാം. ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവവചനം വായിക്കുമ്പോൾ
നിങ്ങൾക്ക് എളുപ്പത്തിൽ നമ്മുടെ മനസ്സിന്റെ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, അതുകൊണ്ട് മനസ്സിനെ സ്വാധീനിക്കാൻ, മനസ്സിനെ പ്രയോഗക്ഷമമാക്കാനുള്ള മാർഗമാണ് പറയുന്നത്. ഇതൊരു ആത്മീയ മാർഗമൊന്നുമാണെന്ന് കരുതരുത്, അല്ലെങ്കിൽ ഒരു വെളിപാടിന്റെ കാര്യമാണെന്നൊന്നും കരുതരുത്. പരിശുദ്ധാത്മാവ് നമ്മെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഏത് പ്രവൃത്തിയും വിജയിക്കുന്ന പരിശുദ്ധാത്മാവിലാണ്. എന്നാൽ നമുക്ക് ദൈവം ചില കാര്യങ്ങൾ തന്നിട്ടുള്ളത് ഉപയോഗിക്കണമല്ലോ. ഇപ്പൊ നമുക്ക് കൈ തന്നിട്ടുണ്ട്, കാല് തന്നിട്ടുണ്ട്. കാല് തന്നുകൊണ്ട് നമുക്ക് നടക്കാൻ കഴിയണം. ദൈവമേ എന്നെ പറത്തിക്കൊണ്ട് പോകണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഫിലിപ്പോസിനെ പണ്ട് മുടിക്കൂത്തിന് പിടിച്ചു കൊണ്ടുപോയിട്ടില്ലേ? ഹബക്കൂക്കിനെ കൊണ്ടുപോയിട്ടില്ലേ? സംവഹിച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ എന്നെയും കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കാരണം ദൈവം നമുക്ക് തന്നിട്ടുള്ള സാധ്യതകളെ വിനിയോഗിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാലുകൊണ്ട് നടക്കുന്നത് പോലെ നമ്മുടെ മനസ്സുകൊണ്ടും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. അവിടെയാണ് നമ്മൾ വചനം ധ്യാനിക്കുമ്പോൾ 3 ഘട്ടങ്ങൾ അതിന് നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റും. ഒന്ന്, നമ്മൾ ഉറക്കെ വചനം വായിക്കുക. വചനം വായിക്കുക എന്ന് വെച്ചാൽ ഒരു അധ്യായം മുഴുവൻ വായിച്ച് ഇപ്പൊ തന്നെ തീർത്തേക്കാം, 3 മാസം കൊണ്ട് വായിച്ച് തീർത്ത് ദൈവാനുഗ്രഹം പ്രാപിക്കാം. ഈ കുറുക്കോഴി ഒന്നുമല്ല കേട്ടോ. നിങ്ങൾ പുതിയ നിയമത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് വായിക്കുക. ഒരു പാസേജ് വായിക്കാവൂ. ഒരു പാസേജ് വായിക്കാവൂ എന്ന് പറയുന്നത് നമുക്കിത് വചനം വായിച്ച് തള്ളാനുള്ളതല്ല. വചനത്തോട് ഏറ്റുമുട്ടാനുള്ളതാണ്, ഇഴകീറി പരിശോധിക്കാനുള്ളതാണ്, നിരന്തരം അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാനുള്ളതാണ്. അപ്പൊ അധികം വായിച്ച് നമുക്കത് കഴിയില്ല. അപ്പൊ ഒരു പാസേജ് നമ്മൾ വായിക്കുന്നു, അത് പുതിയ നിയമം വായിക്കണമെന്ന് നിർബന്ധമായും ചിന്തിക്കുക. കാരണം പഴയ നിയമത്തിൽ പലതും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമുണ്ട്. ആധുനിക സാമൂഹിക വ്യവസ്ഥയ്ക്കകത്ത് സ്വീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. കാരണം ഇത് പഴയ കാലത്ത് മനുഷ്യർ ജീവിച്ചതിന്റെ പ്രയോഗ വഴിയൊക്കെ അതിനകത്തുണ്ട്. നിയമം മൂലം അന്ന് ഉണ്ടായിരുന്ന ഭാരങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതൊക്കെ നീക്കിയതാണ് ക്രിസ്തുവിൽ. ഇതൊക്കെ തള്ളിക്കളയല്ല, അതൊക്കെ നീക്കി. അത് നിലനിന്നാൽ മാത്രമേ പുതിയതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവൂ. ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ചരിത്രബോധം ഇല്ലാണ്ടായി പോകുന്നതിന്റെ പ്രശ്നം അതാണ്. പണ്ട് വളരെ നല്ല നാടായിരുന്നു നമ്മുടേത്, നമ്മുടെ നാടിപ്പോ മോശമായിപ്പോ എന്നാണ് നമ്മുടെ ബുദ്ധിജീവികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ നമ്മുടെ നാട് എങ്ങനെയായിരുന്നു? എലി, മോമ്പും ചാമേരിയൊക്കെ കഴിച്ച് ജീവിച്ചിരുന്ന മനുഷ്യർ, വഴിയിലൂടെ നടക്കാൻ കഴിയാതെ പോയ മനുഷ്യർ, എല്ലാവരാലും പീഡിപ്പിക്കപ്പെട്ട മനുഷ്യർ, അവരെയൊക്കെ കൊള്ളയടിച്ച് ജീവിച്ചിരുന്ന രാജാക്കന്മാർ, നമ്മൾ മഹാരാജാക്കന്മാരെന്ന് പറയുന്ന ആളുകൾ. അങ്ങനെ യുദ്ധങ്ങളും കലഹങ്ങളും ഉണ്ടാക്കി പാവങ്ങളെ കൊലയ്ക്ക് കൊടുത്ത് ചപ്രമഞ്ചത്തിലിരുന്ന് വെറ്റില മുറുക്കി നീട്ടിത്തുപ്പിയിരുന്ന മഹാമാന്യന്മാർ നാടുവാണിരുന്ന കാലം നല്ല കാലമാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നു. സമാധാനപൂർണമായ കാലമെന്ന് ചിന്തിക്കുന്നു. അന്ന് സമാധാനം ഉണ്ടായിരുന്നുകൊണ്ടാണ്, ആരും ഉണ്ടായിരുന്നുകൊണ്ടാണ്. എപ്പോഴാണ് സ്വാതന്ത്ര്യം ഉണ്ടായത്? ജനങ്ങൾ സമരം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്, യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. അതിനൊക്കെ കാരണം എന്താ? അറിവുണ്ടായപ്പോഴാണ്. അറിവ് എങ്ങനെയാണ് ഉണ്ടായത്? ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ചിന്ത എങ്ങനെ ഉണ്ടായത്? അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം സുവിശേഷം വന്നതാണ്. മനുഷ്യന്റെ മഹത്വം പ്രഘോഷിക്കാൻ തുടങ്ങിയതാണ്. ഇങ്ങനെ അല്ലാത്ത മനുഷ്യരുണ്ട്, വസ്ത്രം ധരിക്കണം എന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ്. ഈശ്വരനും പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു വന്നത് മറ്റു മേഖലയിൽ പോകാൻ വേണ്ടിയല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സിനകത്ത് നമുക്ക് ചിന്ത ഉണ്ടാവണമെങ്കിൽ നമുക്ക് ധ്യാനം ഉണ്ടാവണം. ധ്യാനം കണ്ണടച്ചിട്ടാക്കുന്ന പരിപാടിയല്ല. പൊതുവെ അങ്ങനെയാണ് കരുതപ്പെടുന്നത്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം, നമ്മൾ വചനം വായിക്കുന്നു. നമ്മൾ ഉറക്കെ ഒരു പാസേജ് വായിക്കുന്നു ഒരു പ്രാവശ്യം. രണ്ടാമത്തെ പ്രാവശ്യം പതിഞ്ഞ സ്വരത്തിൽ, അവനവന് കേൾക്കാവുന്ന സ്വരത്തിൽ വായിക്കുന്നു. മൂന്നാമത്തെ പ്രാവശ്യം മനസ്സിൽ നമ്മുടെ സ്വരം കേൾക്കുന്ന വിധം വായിക്കുന്നു. 3 പ്രാവശ്യം വായിക്കാം. ഒരു പ്രാക്ടീസാണ്, ആർക്കും ചെയ്യാം. ഇതായത് പാഠഭാഗങ്ങളെ സംബന്ധിച്ചും ചെയ്യാവുന്ന കാര്യം തന്നെയാണ് കേട്ടോ. മറ്റു കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. മറ്റു കാര്യങ്ങളും പഠിക്കാൻ കഴിയാത്തവർക്ക് ഇതൊരു മാർഗമായിട്ട് ഉപയോഗിക്കാം. ഇനി നമ്മുടെ മനസ്സിനകത്ത് അങ്ങനെ വായിച്ചല്ലോ, അത് കഴിഞ്ഞ് അടച്ചു വെക്കുക. എന്നിട്ട് കണ്ണടച്ചിരിക്കുക. കണ്ണടച്ചിരിക്കാൻ കഴിയില്ല, പണിയെടുക്കേണ്ടവരാണെങ്കിൽ പണിയെടുക്കുമ്പോഴാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് പലതരത്തിൽ ചിന്തിക്കാം. ആ കാര്യങ്ങളെ ഓർക്കാം, ആ സംഭവങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ഓർക്കാം. ആ സംഭവങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞ്, എന്താ ഇങ്ങനെ പറഞ്ഞ് എന്ന് ചിന്തിക്കാം. വിമർശബോധത്തോടെ ചിന്തിക്കാം. മറ്റൊന്ന്, അത് വ്യക്തിപരമായി ചിന്തിക്കാം. ഈ വചനവും ഞാനും തമ്മിൽ എങ്ങനെയാണ്, ഈ വചനവും ഞാനും തമ്മിൽ അങ്ങനെ ചേർന്ന് പോകുമെന്ന് ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നാം അറിയാതെ തന്നെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കും. ഇപ്പൊ രാവിലെ വായിച്ച അതേ വചനം തന്നെ ഉച്ചയ്ക്ക് വേണമെങ്കിൽ ഒന്നുകൂടി വായിക്കാം, വൈകിട്ട് ഒന്നുകൂടി വായിക്കാം, കിടക്കാൻ നേരത്ത് അതേ വചനം തന്നെ ഒന്നുകൂടി വായിക്കാം. ഇപ്പോ 4 നേരം വായിച്ചു. 4 നേരം ഒരേ വചനം വായിച്ചപ്പോൾ ആ വചനഭാഗം നമ്മുടെ അകത്ത് ഒരു ചർച്ചയ്ക്ക് വിധേയമായി നമ്മളതുമായിട്ട് എൻഗേജ് ചെയ്യാൻ തുടങ്ങി. ആ വചനം നമ്മുടെ അകത്ത് ഫലമണിയും, ആ വചനം നമ്മുടെ അകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇപ്പൊ വചനത്തെ നാം ഇങ്ങനെ വെറുതെ വായിച്ച് വിടാതെ
അല്ലെങ്കിൽ വായിച്ചാൽ പുണ്യം കിട്ടുമെന്ന് വിചാരിക്കാതെ വചനം വായിക്കുമ്പോൾ ആ വചനവുമായിട്ട് നമ്മൾ എൻഗേജ് ചെയ്യാൻ തുടങ്ങുക, ആ വചനത്തെക്കുറിച്ച് നിരന്തരം ഓർക്കാൻ തുടങ്ങുക. അപ്പോഴാണ് വചനത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാൻ പറ്റുക. അപ്പോഴാണ് അതിൻ്റെ അർത്ഥതലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുക. അങ്ങനെ ക്രിസ്തുവാകുന്ന വചനത്തെ ഹൃദയത്തിനകത്ത് എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും നമ്മുടെ അകത്ത് ചിന്തിക്കാനും ഒക്കെ കഴിയുന്നുവോ അത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ വചനം അനുഭവമായി മാറും. ദൈവിക സാന്നിധ്യ അവബോധത്തിലായി നമ്മൾ തീരും. അത് ജോലി ചെയ്യുമ്പോഴാണെങ്കിലും, വാഹനം ഓടിക്കുമ്പോഴാണെങ്കിലും, അടുക്കള ജോലി ചെയ്യുമ്പോഴാണെങ്കിലും, ഏത് തലത്തിലാണെങ്കിലും വചനം നമ്മളെ സ്വതന്ത്രമാക്കുന്ന അനുഭവം നമുക്ക് ഉണ്ടാവും. ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, ആത്മീയ പാഠങ്ങൾ പ്രധാനമായി ചിന്തിക്കാനുള്ള ഒരു കാര്യം ഇതാണ്. നമ്മുടെ മനസ്സിൽ ഒരു ശൂന്യതാസ്ഥലം കിടപ്പുണ്ട്, ദൈവമില്ലാതെ പോകുന്നതാണ്. മനസ്സ് ലോകത്ത് മുഴുവൻ വ്യാപരിക്കുമ്പോൾ ലോകത്തിൻ്റെ അനുഭവങ്ങളുമായി കൂടിച്ചേർന്ന് മനസ്സ് വ്യഗ്രചിത്തമായി പോകും, ലോകത്തായി പോകും. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഹൃദയത്തിനകത്തുള്ള വചനത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. നമ്മുടെ അകത്ത് വചനമുണ്ട്, നമ്മുടെ ഹൃദയത്തിലും അധരത്തിലും അതുണ്ട്. അത് പ്രവർത്തനക്ഷമമാകണമെങ്കിൽ, പ്രയോഗക്ഷമമാകണമെങ്കിൽ നാം ആ വചനത്തെ ഹൃദയത്തിനകത്ത് ചിന്തിക്കാൻ തുടങ്ങണം. ആ വചനത്തെക്കുറിച്ച് ഉള്ള ചിന്ത വ്യക്തിപരമായി വചനവും ഞാനും തമ്മിലുമുള്ള ഒരു ഇടയലായി, അല്ലെങ്കിൽ ഒരു എൻകൗണ്ടർ നടക്കാനായിട്ട്, ഒരു കണ്ടുമുട്ടൽ നടക്കാനായിട്ട് ഇടയാകും വിധം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നിശ്ചയമായിട്ടും വചനം ഒരു അനുഭവമായിട്ട് മാറും. അകത്ത് ക്രിസ്തുവുള്ള അനുഭവം ഉണ്ടാകും, ദൈവിക അനുഭവത്തിലേക്ക് വരും. അങ്ങനെ പ്രകൃതം ഭാവാത്മകമായ ക്രിസ്തുവിലേക്കുള്ള ഒരു യാത്രയിൽ ജീവിതാനുഭവത്തെ മുഴുവൻ ഉൾക്കൊള്ളുകയും ആ വചനം കൊണ്ട് നിറയുന്ന അനുഭവം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ഭൗതിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എന്നൊന്നും അല്ല ഈ പറഞ്ഞതിനർത്ഥം. ഈ ഭൗതിക പ്രശ്നങ്ങളുടെ അർത്ഥം തിരിച്ചറിയാൻ പറ്റും, കാര്യകാരണ ബോധം ഉണ്ടാകും. ഈ ഭൗതിക പ്രശ്നങ്ങളുടെ അർത്ഥം തിരിച്ചറിഞ്ഞാൽ പിന്നെ നമുക്കത് പരിഹരിക്കാൻ എളുപ്പമുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഒരു കാര്യം പരിഹരിക്കാൻ പറ്റാത്തത്? അതിൻ്റെ അർത്ഥം തിരിച്ചറിയാത്തത് കൊണ്ടാണ്. കാര്യകാരണങ്ങൾ ബോധമില്ലാണ്ട് വരുന്നതുകൊണ്ടാണ്. ഒരു പ്രശ്നത്തിൻ്റെ കാര്യകാരണ ബോധം ഉണ്ടായാൽ അത് എങ്ങനെ പരിഹരിക്കണമെന്നും ദൈവാത്മാവിൻ്റെ പ്രകാശത്തിൽ നമുക്ക് കണ്ടെടുക്കാൻ കഴിയും, പ്രവർത്തിക്കാൻ കഴിയും. ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുള്ള ഭൗതിക പ്രപഞ്ചത്തെ ദൈവേഷ്ടപ്രകാരം പരിവർത്തിപ്പിക്കാൻ, ദൈവസ്നേഹത്തിൻ്റെ അനുഭവതലമാക്കി മാറ്റാൻ ഞാനും നിങ്ങളും വിളിക്കപ്പെടുന്നുണ്ട്. ആ വിളിയാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം, ശിഷ്യത്വത്തിൻ്റെ ജീവിതം എന്ന് തിരിച്ചറിയണം. കേവലമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അല്ല ആത്മീയതയും തിരിച്ചറിയണം. കൊന്തയിട്ടാലോ കൊന്ത കയ്യിൽ പിടിച്ചാലോ ആത്മീയതയാവില്ലെന്നറിയണം. നാം ഭക്താഭ്യാസങ്ങളിൽ ഏർപ്പെടുന്നതല്ല ആത്മീയത എന്നറിയണം. അവയൊക്കെ ആത്മീയതയെ പരിപോഷിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആത്മീയത എന്ന് പറയുന്നത് നമ്മിൽ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയലാണ്. നമ്മെ തന്നെയും നമ്മിൽ വസിക്കുന്ന ദൈവത്തെയും തിരിച്ചറിഞ്ഞ് ജീവിതത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ ദൈവവചനത്തെ ധ്യാനിക്കുകയും ദൈവവചനത്തെ ഹൃദയത്തിൽ അനുഭവമാക്കുകയും ചെയ്യുന്ന പ്രക്രിയയിലേക്ക് നാം പ്രവേശിക്കേണ്ടതുണ്ട്. അതിന് ദൈവാത്മാവിൻ്റെ സഹായം കൂടിയേ തീരൂ, വിശുദ്ധരുടെ സഹായം കൂടിയേ തീരൂ, മാധ്യസ്ഥം കൂടിയേ തീരൂ. പരിശുദ്ധമ്മയുടെ നിരന്തരമായ തുണയും സഹായവും അക്കാര്യത്തിൽ നമുക്കുണ്ടാകട്ടെ. ദൈവാത്മാവ് എല്ലാവരെയും വചനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.